ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സൂപ്പൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരല്ലോ. എല്ലാവർക്കും സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് നല്ല ഈസി ആയിട്ട് ചിക്കൻ സൂപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനൊരു 4 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് സവോള, ക്യാരറ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി, ചിക്കൻ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് 20 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ ഏകദേശം നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ബോണുള്ളതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കുക. 20 മിനിറ്റൊക്കെ ആകുമ്പം ചിക്കൻ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പം ഈ വെന്ത് വന്ന ചിക്കൻ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അത് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പം നല്ലോണം ഒന്ന് പിച്ചിയെടുക്കണം. കൈ കൊണ്ട് തന്നെ പിച്ചിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഗ്രേവി മാത്രമായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്തത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തത്, സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തു. അതൊന്ന് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് സൂപ്പിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ് ഇത്രയായിട്ട് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉള്ളിയുടെ തണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. തീയ ഒരിക്കലും കാരണം അറിയില്ല, ചൈനീസ് വിഭവങ്ങളൊക്കെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമില്ല. അപ്പോൾ ഇതൊരു ചൈനീസ് സൂപ്പ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ആക്കാൻ വേണ്ടി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചക്കറി അങ്ങനെ നല്ലോണം വേവണമെന്നൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു പച്ചപ്പങ്ങ് മാറി കിട്ടിയാൽ മതി. അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ, ഇളക്കാതിരിക്കുകയോ ചെയ്യരുത്. അതുപോലെ ഫ്ലെയിം ആയാലും കുറച്ച് വെക്കരുത് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ സോസൊക്കെ ഒഴിച്ച് മിക്സ് ആക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ആ ഹോട്ടലിൽ നിന്നൊക്കെ കുടിക്കുന്ന സൂപ്പിനൊരു ഫ്ലേവറില്ലേ, അതേ ഫ്ലേവർ തന്നെ ഇപ്പം തന്നെ ഏകദേശം വരും. അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട് അതിലരിച്ച്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് തിളപ്പിക്കാൻ വിടണം കേട്ടോ. നല്ലോണം തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടി. സോയാ സോസിലൊക്കെ ചില സമയം ഉപ്പൊക്കെ ഉണ്ടാവുക. അപ്പം ഉപ്പ് കുറവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്യണം. പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടത് ഉള്ളിയുടെ തണ്ടാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക കേട്ടോ. അടച്ച് വെച്ച് നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിള വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പം ബീറ്റ് ചെയ്ത് വെക്കുന്ന മുട്ട കുറച്ചായിട്ട് അതിനേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് നല്ലോണം ഇളക്കി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കോൺഫ്ലോർ ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ മുട്ട ഇട്ട് കൊടുത്ത പോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പിനൊരു ഇച്ചിരി ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുമല്ലോ. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന സൂപ്പ് അറിയാലോ, ജസ്റ്റ് ഒരു നല്ലൊരു കട്ടിയില്ലേ, അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതില്ലെങ്കിൽ പിന്നെ പുളിയില്ലെങ്കിൽ വിനാഗിരി, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി തിളപ്പിച്ച് മിക്സ് ചെയ്യണം. നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തിനേലൊക്കെ കുറവുണ്ടോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ എരിവ് കുറവെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇടുക. അല്ല പുളിയുടെ കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടാൽ മതി കേട്ടോ. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം സെറ്റാവും കേട്ടോ. അത്രേ ഉള്ളൂ. സൂപ്പ് റെഡിയായി കേട്ടോ. എത്ര ഈസിയല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.